ഞാൻ തുണി എടുക്കാൻ പോയതാണേ. 11 മണിക്ക് പോയി. എന്നാ തിരക്ക്, ഭയങ്കര തിരക്കാ. ഞാനും വരൂലേ എന്നാലും വിളിച്ചില്ലെങ്കിൽ. നിങ്ങൾ വരുന്നത് അറിയാം. ആരും ഇല്ലായിട്ട് ഞാൻ ഒറ്റക്കായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കലാന്ന്. ഞാൻ പിന്നെ ചോദിക്കാം, നിങ്ങളവിടെ കാണായിട്ട് ഞാൻ ചോദിക്കാൻ. പാട് തുണിയെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ആ തുണിയെല്ലുണ്ട്. ഞാൻ തുണിയാലത്തെ ഒന്ന് നോക്കാലോ. നല്ല തിരക്കാ. രാവിലെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ പാട് പൈസ അതിനാ 2000 റുപ്യ അതിനെല്ലാം കൂടി. 2000 റുപ്യ അതിനാ. എന്റെ അമ്മേ, 2000 റുപ്യ എന്നെല്ലാം പറഞ്ഞാല് പൈസ തുണിക്കത്തിനെ പൈസ തുണിയെടുത്തില്ല. അത് ഓമനേച്ചി നിങ്ങളോട് പറയാ നാളെ പോകാന്ന്. സൂര്യനെ വാങ്ങിനി. അവിടെ കവറില്ല. ഞാൻ വീടിന്ന് പോകുമ്പോ എടുത്തതാണ് കവറ്. അവര് കവറൊന്നും തരുന്നില്ല. കവറ് തരാതെ പിടിയല്ല നീ കയറിപ്പോയത്. പറഞ്ഞിട്ടെന്താ വേണ്ടേ? ആടെ വില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലേ ഞാൻ പോയി. നീ നോക്കുമ്പോഴൊക്കെ വില കുറച്ചിട്ടൊന്നല്ല, നല്ല പൈസ ഉണ്ട്. അല്ല, ആടെ സൂര്യയില് ഏറ്റവും വില കുറഞ്ഞ തുണിയാണെന്ന് പറഞ്ഞ് നല്ല അതേ വിറ്റ് വയ്ക്കുന്നതാണ്. മറ്റാണ് പോയി നോമിനേച്ചി. അപ്പൊ വലിയ പൈസയാണ്. അയ്യോ നല്ല. അല്ല, ഈ ഷർട്ട് ഇടുവോ രാജാട്ടെ? രാജാട്ടിന് ഇടുന്ന ഇത് നോക്കിയില്ല. നോമിനേച്ചി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പറയാൻ തുടങ്ങി ഇതായിട്ടാ മേടിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ അടുക്കട്ടെ അച്ഛന് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അച്ഛനായില്ല. അച്ഛൻ എടുത്തിട്ടില്ല. അപ്പോഴേക്ക് അച്ഛൻ എടുത്തിട്ടില്ല. എന്നാ പിന്നെ നല്ലതായില്ലേ? അച്ഛനായി. നോക്കാം, ഇതുപോലത്തെ ഈ കളർ എടുക്കണം നിങ്ങൾക്ക്. നമുക്ക് ഫാമിലി പോവാം. ഫാമിലിയിലാ പോകുന്നത്. ഫാമിലിയിൽ മോശമൊന്നുമില്ല. അറിയാ, നമുക്ക് ആടിയാവും. നാളെ ഫാമിലി പോവാ. നമുക്ക് ഫാമിലി പോവാം. പക്ഷെ പാട് പൈസ വേണ്ടേ ഫാമിലി? നാളെ പൈസ കുറവാകും. അമ്മക്കും വല്ല എടുക്കണ്ടേ? എടുക്കാം. അമ്മക്കും 2-3 എടുക്കാം. എനിക്ക് പിന്നെ എടുക്കാം. അമ്മക്ക് എടുക്കാം. അന്നേരം ഞാൻ എപ്പം ഉണ്ടാ ഒരു ഓണം വിഷുവിനെല്ലാം നല്ലത് ഇട്ടിട്ട് എപ്പൊ നിങ്ങൾ അമ്മക്ക് അമ്മക്ക് എന്ന് പറയും. അനക്കൊന്നും എടുക്കൂല. നല്ല രസമുണ്ട് കേട്ടോ. അമ്മക്കൊന്നും എടുത്തിട്ടില്ല. നമുക്ക് എടുത്തിട്ടില്ല. അതൊക്കെ പൈസ എത്തിയിട്ടില്ല. അത്രയും പൈസ ഉള്ളൂ. എന്നാൽ ഇത് അത്ര എടുക്കുമ്പോന്നിരിക്കും അമ്മക്ക് എടുത്തുകൂടായിരുന്നു. ഇനി അമ്മേനൊക്കെ പോകുമ്പോ ഒരു സെറ്റ് മുണ്ട് മേടിക്കാന്ന് വെച്ചിട്ട് എടുക്കാനി. എന്തായാലും അമ്മേനൊക്കെ പോണല്ലോ. അപ്പൊ നമുക്കൊരു സെറ്റ് മുണ്ട് എടുക്കാം. അമ്മക്ക് എടുക്കുമ്പോഴത്തേക്കിൽ പൈസ തീർന്നു അല്ലേ? പിന്നെ നാളെ തിരക്കിനൊന്നും പിരിയാൻ സമയമില്ലപ്പ. അങ്ങനെ ഇങ്ങനെ പറക്കുന്ന ആള്. നല്ല കളറ്. എനിക്ക് പറ്റും കേട്ടാ. എനിക്ക് പറ്റും. പെങ്ങള് വാങ്ങിക്കൊണ്ടിട്ട് അനക്കൊക്കൂന്ന് പറയും. നോക്കറാ, എന്തൊരു സന്തോഷാന്ന്. ഞാൻ പറഞ്ഞില്ലേ നാളെ നമുക്ക് ഫാമിലി പോവാന്ന്. ഇത് ചേച്ചിക്കൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചേ. നമുക്ക് പൈസ എത്തിയിട്ടില്ല. ഇതുവരെ എനിക്കൊരു ഓണം വിഷുവിന് ഒരാളും വാങ്ങി തന്നിട്ടില്ല. ഇങ്ങനെ വിചാരിക്കല്ലേ ഉള്ളൂ. എന്തിനാ എന്റെ മുമ്പ് ഇപ്പം പെങ്ങളെ കുറ്റം പറയുന്നേ? ഞാൻ തെറ്റുപാട് പെങ്ങളോട് നല്ലതും പറയും. ഇപ്പൊ പെങ്ങളെ തുണി കൊണ്ടിരുമ്പോ എന്നാ ഓടി കുറച്ച് വന്നിട്ടല്ല വെച്ചിക്കലും എടുക്കലും. അനക്ക് എടുത്തിട്ടൊന്നുമില്ലേ? എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെങ്ങൾക്ക് ഉള്ള പോലെ തന്നെയല്ലേ. അത് നിങ്ങൾക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാവാ. മോന് വാങ്ങിയതാണ്. അത് നിങ്ങളെ മോൻ തന്നെയല്ലേ അത്. തുണി ചന്ദ്രാട്ടാ, നമുക്ക് നാളെ എന്തായാലും പോണം. നാളെ പോവാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പല്ലേ അമ്മ പെങ്ങളെ മുമ്പ് പറയുന്നേ. അമ്മ നാളെ പോവാം. നമുക്ക് നല്ല ഫാമിലി പോവാട്ടാ. അതെയാ, അതിന് നമുക്ക് പോവാന്നാലേ. എന്നാ നോക്കൊന്നും വേണ്ട. ഓണത്തിന് മേടിക്കാട്ടാ. ഇപ്പൊ വിഷുവിന് വാങ്ങിയിട്ടില്ല. എന്നിട്ടാണ് അമ്മക്ക് വാങ്ങിയിട്ടില്ല. നമുക്ക് ഞാൻ നാളെ പോയിട്ട് വാങ്ങാം. അന്നേരം ചേച്ചി പോയി മേടിച്ച് വാങ്ങാം. നാളെ വാങ്ങുവാ. അന്നേരം മേടിച്ച് വാങ്ങാം. എന്നാ പിന്നെ ഞാൻ നാളെ ഫാമിലി പോകുന്നുണ്ട്. എന്നാല് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ പറഞ്ഞതാണ്. അന്നേരം എന്നാ പിന്നെ നമുക്കൊരു സെറ്റ് മുണ്ട് മേടിച്ചോ ചേച്ചി. പെങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അറിഞ്ഞാൽ പോകുന്നു ചെയ്യും. ഏട്ടൻ പോകലും ചെയ്യും. അതെ അല്ലേ? ഞാൻ പോകാന്നാല്. എന്നാ നാളെ വന്നിട്ടാകുമ്പോ കാണാട്ടാ. നാളെ എന്നാ പിന്നെ ചേച്ചി ഒരു സെറ്റ് മുണ്ട് അമ്മക്ക് മേടിച്ചോ. ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ വാങ്ങിട്ട് എന്നാ വരട്ടെ. എന്നാ പോയി.